ഉമർ ഫൈസി മുക്കത്തെ വഖഫ് ബോർഡിലേക്ക് അംഗമാക്കി നോമിനേറ്റ് ചെയ്തു. ആ വാർത്ത നമ്മൾ ഇന്നലെ വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്തു. നമ്മൾ കോഴിക്കോട് ബ്യൂറോയാണ് ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഉമർ ഫൈസി മുക്കത്തിന് സമസ്തയിലുള്ള ഒരു ഇടതംഗം എന്ന നിലയിലാണ് സാധാരണ മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത്. അത് അദ്ദേഹം ഇന്നലെ തുറന്നു പറയുകയും ചെയ്തു. മാധ്യമങ്ങളാണ് എന്നെ അങ്ങനെ ചിത്രീകരിച്ചത് എന്നാണ്. എന്തായാലും ഉമർ ഫൈസി മുക്കത്തെ വഖഫ് ബോർഡ് അംഗമാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനമാണ് ലഭിച്ചത്. ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ടതാണെന്നും സ്ഥാനലബ്ധിയെ വലിയ കാര്യമായി സമസ്ത കാണുന്നില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ഒന്ന് കേട്ടുവരാം. ഇപ്പം അത്ര വലിയ സംഭവമൊന്നുമല്ലോ. സമസ്തക്ക് അല്ലെങ്കിൽ തന്നെ അംഗീകാരം ഉണ്ടല്ലോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ടതാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയും മറ്റ് മതസംഘടനകളൊക്കെ അപ്പോൾ സമസ്തക്ക് തന്നു എന്നുള്ളത് സമസ്തക്ക് സന്തോഷമുണ്ട്. അത് ലഭിക്കപ്പെടാതിരിക്കലൊക്കെ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ഒന്നുമല്ല. നമുക്കിപ്പം അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, ഗുഡ് മോർണിംഗ്. അരുൺ പൂപ്പറമ്പ, സമസ്തയുടെ വലിയ സമ്മേളനം നടക്കുകയാണ്. വലിയ സമ്മേളനമാണ്. നമ്മൾ കരുതിയതിലും വലിയ പങ്കാളിത്തമുണ്ട്. ഇനി സമാപന സമ്മേളനം വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സമ്മേളനമായിട്ടത് മാറുകയും ചെയ്യും. ഇതിനിടയിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഉമർ ഫൈസി മുക്കത്തിന്റെ സ്ഥാനലബ്ധിയിൽ സമസ്തയ്ക്ക് സന്തോഷമുണ്ട്, പക്ഷേ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷേ സർക്കാരിനോട് നന്ദി പറയുകയാണോ സമസ്ത? അരുൺകുമാർ, ഒരു തരത്തിൽ അതിൽ സമസ്തക്ക് വലിയ സന്തോഷമുണ്ട്. സമസ്തയിലുള്ളവരിൽ തന്നെ അതൊരു അംഗീകാരമായി കാണുന്നവരുമുണ്ട്. എന്തായാലും സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം കാസർഗോഡ് കുണിയിൽ നടക്കുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങളും ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തിലെ ഈ വഖഫ് ബോർഡ് അംഗമായി സർക്കാർ നോമിനേറ്റ് ചെയ്തതിന് പിന്നാലെ പലതരത്തിലുള്ള, അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ അത് സംബന്ധിച്ച് ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിട്ട കടുത്ത തിരിച്ചടിയിൽ പ്രധാനമായും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിൽ സമസ്തയോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സമസ്തയിൽ തന്നെയുള്ള ഇടത് അനുഭാവമുള്ള ഉമർ ഫൈസി മുക്കത്തെ വഖഫ് ബോർഡ് അംഗമായി നോമിനേറ്റ് ചെയ്തത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തള്ളി ഉമർ ഫൈസി മുക്കം തന്നെ രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിലാണിപ്പോൾ നമ്മൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം തേടിയത്. അത് പറയുന്നത് സമസ്തക്ക് നൽകിയിട്ടുള്ള അംഗീകാരത്തിൽ വലിയ സന്തോഷമുണ്ട്, പക്ഷെ അതൊരു വലിയ കാര്യമായി കാണുന്നില്ല. സമസ്തക്ക് ലഭിക്കേണ്ടതാണ്, അർഹതപ്പെട്ടതാണ് എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ്. അപ്പോൾ ഉഷാറാക്കാൻ നമുക്ക് സമസ്തയുടെ സമ്മേളനം അരുൺ പൂപ്പറമ്പയും സംഘവും ഉഷാറാക്കും.